പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഉമർകുട്ടി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സീരീസ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞവർക്കുള്ള കോഴ്സുകളെ പറ്റിയിട്ടുള്ളതാണ് ഇനി മുതൽ വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. വളരെ ചുരുക്കിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുള്ളതാണ് ഈ ചാനലിനോട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10-11ഓളം ചാൻസുകൾ നമുക്കുണ്ട്. അഥവാ +1 എത്തുന്ന സമയത്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന പലതരം കോഴ്സുകളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് +1 ഹയർ സെക്കൻഡറി വിഭാഗം എന്ന് പറയുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തന്നെ നമുക്ക് 3 തരത്തിലേക്ക് നമുക്ക് കോഴ്സുകളെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് സയൻസ് ഗ്രൂപ്പാണ്, രണ്ടാമത്തത് കൊമേഴ്സ് ഗ്രൂപ്പാണ്, മൂന്നാമത്തത് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പാണ്. ഇതിൽ നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത് സയൻസ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലീറ്റ് ഡീലാണ്. കാരണം എല്ലാം നമുക്കൊരു വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റില്ല, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സയൻസ് ഗ്രൂപ്പിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മൾ സയൻസ് വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് പൊതുവേ നമ്മൾ പറയാറുണ്ട് കുറച്ച് ടഫായിട്ടുള്ള വിഷയമാണ്, പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയാറുണ്ട്. പറയുന്നത് പോലെ തന്നെയാണ്, ചെറിയ രീതിയിൽ ടഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് വിചാരിച്ച് മറ്റ് 2 കോമേഴ്സും ഹ്യൂമാനിറ്റിയും ഈസി എന്നല്ല, അതിന് അതിൻ്റേതായ ടഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൊതുവെ സയൻസ് ഗ്രൂപ്പുകളിൽ കുട്ടികൾ കുറവാണ് കാണപ്പെടാറുള്ളത്. കൊമേഴ്സിനാണ് കൂടുതലായിട്ടും, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസിനും നമുക്ക് കുട്ടികൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പക്ഷേ പലരും ഹ്യൂമാനിറ്റീസും കൊമേഴ്സൊക്കെ എടുത്തതിന് ശേഷം അവർ പറയുന്നത് എനിക്ക് ഇന്ന കോഴ്സ് ഡിഗ്രിക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പലർക്കും സയൻസ് എടുക്കാൻ പറ്റാത്തൊരു വേവലാതി കൂടി അവർക്ക് കാണുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതുപോലുള്ള അവർക്കുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് സയൻസ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ കോഴ്സുകളാണ് ഇതിൽ വരുന്നത്, അതുപോലെ തന്നെ ഇത് എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡിഗ്രിക്ക് എന്തൊക്കെ ഓപ്ഷനിൽ പോകുന്ന സമയത്ത് ഏതൊക്കെ കോഴ്സുകൾ പഠിക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കിതിൽ 9ഓളം സബ്ജക്റ്റ് കോമ്പിനേഷനാണുള്ളത്. ടോട്ടലി നമുക്ക് ഈ 3 വിഷയങ്ങൾ ഹയർ സെക്കൻഡറിയിൽ കൊമേഴ്സ്, സയൻസ്, ഹ്യൂമാനിറ്റീസിൽ 46ഓളം സബ്ജക്റ്റ് കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് സയൻസ് വിഷയത്തിൽ 9ഓളം കോമ്പിനേഷൻസാണ് ഉള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് കോമ്പിനേഷൻ എന്ന് പഠിക്കണം. നമ്മൾ സയൻസ് വിഷയങ്ങളിൽ നമ്മൾ 10ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ ഇത്ര സബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ +1 കടക്കുന്ന സമയത്ത് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റാണ്. നമ്മൾ +1 ഡിഗ്രി ചെയ്ത് പഠിക്കണം, അതുപോലെ തന്നെ ഭാവിയുള്ള കോഴ്സുകൾ, ജോലി കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് ഏതൊക്കെ കോഴ്സ് പഠിക്കണം എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ ടേണിംഗ് പോയിൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 9ഓളം സബ്ജക്റ്റ് കോമ്പിനേഷനാണുള്ളത്. ഈ കോമ്പിനേഷൻ എന്ന് പറയുന്നത് 2-3 സബ്ജക്റ്റുകളുടെ പാക്കേജുകളാണ്. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ മെയിനായിട്ട് പഠിക്കേണ്ട 2 സബ്ജക്റ്റുകളാണ്. അത് ഏത് കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കേണ്ടത് ഇംഗ്ലീഷ് ഒന്ന് മെയിനായിട്ട് നിങ്ങൾക്ക് പഠിക്കണം. നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും മറ്റ് ലാംഗ്വേജുകൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇനി വരുന്ന ബാക്കി 4 സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് കോമ്പിനേഷനായിട്ട് പഠിക്കാൻ പോകുന്നത്. അതിൽ നിങ്ങൾക്ക് കെമിസ്ട്രി, ഫിസിക്സ് പ്ലസ് നിങ്ങൾക്ക് ഈ പറയപ്പെട്ട കുറച്ച് കോമ്പിനേഷൻസ് ഉണ്ട്. ഞാനിവിടെ സൈഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കോമ്പിനേഷൻ എടുത്ത് പഠിക്കുകയാണെങ്കിലാണ് നിങ്ങൾ പറയുന്ന ജോലിയിലേക്ക് പോകുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏത് കോമ്പിനേഷനും എടുത്ത് പഠിക്കുക എന്നുള്ളതല്ല. നമുക്ക് ചില ഫീൽഡിലേക്ക് ചില കോമ്പിനേഷൻ നമുക്ക് അനുവദിക്കുന്നില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എൻജിനീയറിംഗ് ഫീൽഡിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് മാത്സ് വിഷയമായിട്ടുള്ള കോമ്പിനേഷൻ ഏതാണോ ആ കോമ്പിനേഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എൻജിനീയറിംഗ് ഫീൽഡല്ല, മെഡിക്കൽ, പാരാമെഡിക്കൽ ഫീൽഡിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബയോളജി മെയിൻ വിഷയമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൾ ഓരോ കോമ്പിനേഷൻസും നിങ്ങൾ ജോലിക്കായിട്ടുള്ള കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. കാരണം ഇതെന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറയും മെഡിക്കൽ പഠിക്കാൻ വേണ്ടി സയൻസ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ സയൻസ് എടുക്കും ഇല്ലാത്ത ഒരു കോമ്പിനേഷൻ നോക്കി എടുത്തു കഴിഞ്ഞിട്ട് കോഴ്സൊക്കെ കഴിഞ്ഞ് +2 ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രിക്ക് പോകുന്ന സമയത്ത് വാപിളിച്ച് നിൽക്കുന്ന ഒരവസ്ഥ കാണാറുണ്ട്. അതുകൊണ്ടാണ് മുൻകൂട്ടി ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൽ വരുന്ന മറ്റ് സബ്ജക്റ്റുകളാണ് ഞാനിവിടെ സൈഡിൽ കാണിക്കാം. ഹോം സയൻസ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ തന്നെ ജിയോളജി, സൈക്കോളജി, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് കാര്യമായിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അഡ്മിഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അഥവാ +1 നമ്മൾ ഹയർ സെക്കൻഡറിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് സ്കൂളിലാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഏത് സ്കൂളിൽ പോകുന്നതും കുഴപ്പമില്ല, നിങ്ങൾ ഏത് സ്കൂളിലാണോ ഉദ്ദേശിക്കുന്നത് ആ സ്കൂളിൽ നിങ്ങൾ ഉദ്ദേശിച്ച കോമ്പിനേഷൻസ് ഉണ്ടോ എന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും ഉറപ്പ് വരുത്തണം. ഇല്ലെങ്കിൽ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിചാരിക്കാത്ത ദൂരസ്ഥലങ്ങളിലുള്ള സ്കൂളുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയേക്കാം. ഇതുകൊണ്ടാണ് മുൻകൂട്ടി പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന് കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്
നമ്മൾ സയൻസ് വിഷയങ്ങളിൽ ഈ പറഞ്ഞ മെഡിക്കലോ പാരാമെഡിക്കലോ അല്ലാണ്ട് നിങ്ങൾക്ക് ബിരുദ പഠനത്തിന് അഥവാ ഡിഗ്രി PG ഒക്കെ പഠിക്കുന്നത് ഈ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്ക് കെമിസ്ട്രി ഫിസിക്സ് ബയോളജി അങ്ങനെയുള്ള കോഴ്സുകൾക്ക് BSc ആണെങ്കിലും അതുപോലത്തെ മറ്റ് കോഴ്സുകളൊക്കെ നിങ്ങൾ പഠിക്കണമെങ്കിൽ സയൻസിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സയൻസിലുള്ള കോഴ്സുകൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സുകളെ പറ്റിയിട്ടുള്ള ഇത്ര ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് സാധാരണ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ബാക്കിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോ ഇട്ട് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഉപകാരപ്പെടട്ടെ. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.